ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അതും കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലോരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പ്രൊഡക്ട്സ് ആയാലും അതും ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ഗൈസ്, സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബേസാണ്. ഈ അടിത്തറ നന്നായാലേ അങ്ങോട്ടേക്ക് കെട്ടിപ്പണിയുന്ന സമയത്ത് ബാക്കിയുള്ളത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് സ്കിന്നിൻ്റെ കാര്യം. സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും മേക്കപ്പ് നല്ല സ്മൂത്ത് ആൻഡ് ഫിനിഷായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് സ്കിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലെൻസ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ ഫേസിലുള്ള ചിലരുടെ തലേന്നത്തെ കൺമഷി സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക. ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഐസ് ക്യൂബ് എടുത്തിട്ട് അതുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അവിടെയുള്ള പഫ്നെസ്സും കാര്യങ്ങളും പോസ് ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഈ ഐസ് ക്യൂബ് ഫേഷ്യൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീലിങ്ങും ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരുവിധം ബ്രൈഡിനൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ആദ്യമേ പറയട്ടെ, ഞാനിത് ബ്രൈഡിന് ചെയ്യുന്ന പോലെയല്ല ഇതിൽ കാണിക്കുന്നത്. ഇതിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തി, ഒരുവിധം ആൾക്കാർക്കൊക്കെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടാകും. സോ ഗൈസ്, നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഇത് ടോണറാണ് കേട്ടോ. ടോണർ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ മതിയാവും. സ്കിൻ കെയർ CTM എന്നാണ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ടോണിങ് ആണ്. ഞാനിത് PACയുടെ ഒരു ടോണർ മിസ്റ്റ് പോലെ ഒരു സംഭവമാണ് കേട്ടോ. നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ സ്മെല്ലാണെങ്കിലും ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. അടുത്തത് മോയ്സ്ചറൈസർ. ഇത് എംബ്രിയോളിസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യാറില്ല. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അങ്ങനെ അത്ര സെറ്റ് ആവില്ല കേട്ടോ. ഓയിലി സ്കിന്നിനൊന്നും അങ്ങനെ സെറ്റല്ല ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഓരോ സ്റ്റെപ്പും നമ്മുടെ മേക്കപ്പിൻ്റെ ഔട്ട്പുട്ടിനെ ബാധിക്കും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് ചേർന്നതല്ല അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ മേക്കപ്പിൻ്റെ ലാസ്റ്റത്തെ ആ ലുക്ക് ഭയങ്കര വൃത്തികേടായിട്ട് മേക്കപ്പിനെ അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും കുറച്ച് ടൈം ഗ്യാപ്പ് വിടുക. എന്നിട്ട് മാത്രം അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ മോയ്സ്ചറൈസർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഐ മേക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യും. ആ സമയം കൊണ്ട് മോയ്സ്ചറൈസറൊക്കെ അവിടെ സെറ്റായിട്ടിരുന്നോളൂ കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് PACയുടെ ഈ ഒരു ഐബ്രോ കിറ്റാണ് കേട്ടോ. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ കിറ്റാണ്. ഇതിൽ ആ ഒരു കളർ ഷെയ്ഡ് ഞാൻ കാണിച്ചു തന്നില്ലേ, അങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. ബ്രൗൺ ആണ് ഞാൻ മെയിനായിട്ട് എടുക്കൽ. ഈ ഐബ്രോയുടെ ഈ എൻഡിലേക്ക് മാത്രമാണ് കുറച്ച് ഡാർക്കായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം ഐബ്രോ ഞാനിതാ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ക്യാമറയിൽ നോക്കി ഫില്ല് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പോയി കണ്ണാടി നോക്കി ഫില്ല് ചെയ്ത് വന്നതാണ് കേട്ടോ. ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റായി വരുമ്പം തന്നെ നമ്മുടെ ഫേസിലേക്ക് ആ ഒരു എന്താ പറയുക, എന്തോ ഒരു വെളിച്ചം വരുന്ന മാതിരി കേട്ടോ എനിക്ക് ഫീൽ ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അടുത്തത് കൺസീലറാണ് കേട്ടോ. ഇത് ഞാൻ മേബിലിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തത്. വേറെയും കുറേ അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലർ പാലറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോ ചെയ്തില്ലേ, അതിൻ്റെ താഴെക്കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഷേപ്പില്ലാത്ത ഐബ്രോസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് നല്ല വൃത്തിക്ക് ഐബ്രോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ലിങ്കും ഡീറ്റെയിൽസൊക്കെ. സോ നിങ്ങൾക്ക് വേണ്ടതിൽ അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ആ കൺസീലർ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ഐലിഡിൻ്റെ മുകളിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് കൺസീലേഴ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്കിൻ്റെ ഒരു കൺസീലറാണ്. എന്താ അതിൻ്റെ ഷെയ്ഡ് NC5 അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇതല്ലാതെ വേറെ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു കൺസീലർ പാലറ്റ്. ഇതിൽ ആ ഒരു ഓറഞ്ച് കളർ കറക്റ്ററും പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കൺസീലേഴ്സിൻ്റെ ഷെയ്ഡ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരു കൺസീലർ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. സെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മുടെ ഐബ്രോ മേക്കപ്പും ഐ മേക്കപ്പും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോയ്സ്ചറൈസറും എല്ലാം ഫേസിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു കളറിനെക്കാട്ടും കുറച്ച് പൊടിക്ക് ഡാർക്കായിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് ഞാൻ എന്താ പറയുക ഡാർക്ക് സ്പോട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഓറഞ്ച് കറക്റ്ററൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ കൂടുതൽ ലെയർ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഹെവി മേക്കപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് മാക്സിമം ലെയേഴ്സ് കുറയ്ക്കാൻ നോക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താലേ നല്ല സ്മൂത്തായിട്ട് ഈ കൺസീലറും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുള്ളൂ കേട്ടോ. ഓരോ സ്റ്റെപ്പും നമ്മൾ സമയം എടുത്ത് തന്നെ നന്നായിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ എന്തൊരു പ്രോസസ്സാണെങ്കിലും നമ്മളത് ട്രൈ ചെയ്തിട്ടേ അത് നല്ല സെറ്റായി കറക്റ്റായിട്ട് നമുക്ക് എയിമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ സെറ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത് ബേബി പൗഡറാണ്. ഇത് ഞാനെടുക്കുന്ന കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിത് ബ്രൈഡിന് യൂസ് ചെയ്യുന്ന പോലെയല്ല ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നത്. ഇത് ഞാൻ എനിക്ക് സെൽഫായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതാ ഞാനൊരു പൗഡർ ബ്രഷ് എടുത്തിട്ട് എവിടെയാണോ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ബ്രഷിൽ എടുത്തില്ല എന്നുള്ള രീതിക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിയിരിക്കണം. നല്ല അടിപൊളിയാണ്. ഒരുവിധം ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡും നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡൊക്കെയുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഇത്. ഇതിൽ സെൻറ്ററിലാണെങ്കിൽ ഗ്ലിറ്റർ ഉണ്ട്. ബാക്കിയെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്ന ഐ ഷാഡോ ആണ്. ഒരുവിധം എന്താ പറയുക നല്ല ഐ ലുക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് തന്നെയാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടേത്. ഈ ഒരു സൈസിൽ തന്നെ 2-3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതിനെന്തോ നമ്പർ കാര്യമുണ്ടോ തോന്നുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് വെള്ളി വീഴുന്നുണ്ട്. സോ ഗൈസ് നിങ്ങൾ ക്ഷമിക്കുക. ഞാനിത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. മോനുണ്ട് അടുത്ത്, അവൻ എണീക്കും. പിന്നെ അവൻ എണീച്ചാൽ ഇത് എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാരണത്താൽ ഞാനിത് സ്പീഡായിട്ട് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ക്രീസിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഷെയ്ഡ് തന്നെ ബ്ലെൻഡ് ചെയ്ത് ഐലിഡിൻ്റെ മുകളിലേക്കും കൂടി കൊണ്ടുവരാണ് ചെയ്യുന്നത്. ആകെ ഒരു ഐ ഷാഡോ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സിമ്പിളല്ലേ, ഡെയിലി ബേസിൽ ചെയ്യാൻ പറ്റിയ ഒരു ലുക്കല്ലേ. അപ്പോൾ ഞാൻ ഹെവി ഷെയ്ഡ്സ് ഒന്നും ഐയിൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്
ഒരു ഷെയ്ഡ് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ ലുക്ക് ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു നോ ഐലൈനർ ലുക്ക് ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഐലൈനർ എഴുതണ്ടേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ലാസ്റ്റിലേക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് ഐലൈനർ വേണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാച്ചു. അങ്ങനെ ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആ ഒരു ഐ ഷാഡോ ഇല്ലേ, ആ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് താഴെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാജലോ ഐലൈനറോ ഒന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെയും നമുക്ക് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഐലൈനറൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാൻ ഐ ലുക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിനി അതൊന്നും പൊടിക്കൊരു ഡാർക്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ഇടാൻ വേണ്ടി ട്രൈ ആക്കുകയാണ് കേട്ടോ. ആ ഒരു നമ്മൾ ഐലൈനർ എഴുതുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ലിപ് ഗ്ലോസ് ഇടാൻ മറന്നുപോയി എന്നുള്ള കാര്യം. ഇത് ഫോറെവർ 52ൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ലിപ് ഗ്ലോസ് അല്ല, ലിപ് പ്രൈമറാണ് കേട്ടോ. ഇത് നമ്മൾ ആ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട ടൈമില്ലേ, ആ ടൈമിൽ ഇട്ട് കൊടുക്കേണ്ട സംഭവമായിരുന്നു. എന്തോ കാരണത്താൽ സംഭവം എന്നോട് വിട്ടുപോയിട്ടോ. ഇത് നമ്മൾ ലിപ്പിലിട്ടിട്ട് കുറച്ച് സമയം എടുക്കണമായിരുന്നു, അതിനുശേഷം മാത്രം ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റുള്ളൂ. സോ എന്നോട് മറന്നുപോയി. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു കാജൽ എടുക്കുന്നുണ്ട്. ഇത് റെനയുടെ കാജലാണ്. നല്ല അടിപൊളി, നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. പെട്ടെന്നൊന്നും ഇത് സ്മഡ്ജ് ആവുകയില്ല, അങ്ങനെയൊന്നും പോവുകയില്ല കേട്ടോ. നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ്. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ലിസ്റ്റിലിരിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഞാൻ അപ്പർ വാട്ടർ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ മുകളിൽ ലൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ണിന് നല്ലൊരു ഒരു ഡെഫിനേഷൻ ഫീൽ ചെയ്യും ഇങ്ങനെ മുകളിലെ വാട്ടർ ലൈനിൽ കൂടെ ഒന്ന് കാജൽ എഴുതി കൊടുക്കുമ്പോൾ കേട്ടോ. അടുത്തത് ഞാൻ ഈ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന മസ്കാര ആണല്ലോ അല്ലേ. ഇത് ഞാൻ ഫസ്റ്റ് ഒരു കോട്ട് അപ്ലൈ ചെയ്യും, എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിക്കൊന്ന് മേലോട്ട് പൊന്തിച്ച് കൊടുക്കും. എന്നിട്ട് ഡബിൾ കോട്ട് ചെയ്യലുണ്ട് കേട്ടോ ഞാനിത്. ഇത് നല്ല വോളിയം തോന്നിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് അത് തന്നെ നന്നായിട്ട് പീലി അവിടെ ഉണ്ട് എന്നൊരു തോന്നിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിനെക്കാട്ടും എനിക്കിഷ്ടമുള്ള വേറൊരു മസ്കാര ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇത് ഞാനൊന്ന് ഫസ്റ്റ് ഒരു കോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വിരൽ കൊണ്ട് പീലി ഒന്ന് ജസ്റ്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒന്നിങ്ങനെ പൊന്തിച്ച് കൊടുക്കും. നിങ്ങൾക്ക് ഐലാഷ് കളർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ കയ്യിലുണ്ട്, ബട്ട് അതെടുക്കാനുള്ള മടി കൊണ്ട് അത് എൻ്റെ കൈക്കെത്തും ദൂരത്ത് അവൈലബിൾ അല്ല എങ്കിൽ ഞാനിങ്ങനെ ആട്ടോ ചെയ്യാറുള്ളത്. എന്നിട്ടിത് അത്യാവശ്യം പൊന്തി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യും. ഞാനിപ്പോൾ താഴത്തെ ലാഷിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ലോവർ ലാഷിൻ്റെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മസ്കാരയും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് മുകളിൽ ഒരു സെക്കൻഡ് കോട്ടും കൂടി കൊടുക്കും കേട്ടോ. അപ്പം നമ്മൾ ലാഷ് വെച്ച ഫീലിംഗ് തന്നെ കണ്ണിനുണ്ടാവും. കണ്ണ് നല്ല വിടർന്ന് നിൽക്കുന്ന ഫീലിങ്ങും ഉണ്ടാവും കേട്ടോ.
അടുത്തത് ഞാൻ ഫൗണ്ടേഷനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് PACയുടെ HT ഫൗണ്ടേഷനാണ്. ഇത് നല്ല സ്മൂത്ത് ഫിനിഷിൽ കിടക്കും കേട്ടോ. ഈ ഗ്ലാസ് സ്കിന്ന് ലുക്കൊക്കെ നോക്കുന്നവർക്ക് സെറ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എല്ലാത്തിൻ്റെയും. അപ്പോൾ ഞാൻ ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, PACയുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നല്ലോണം ഓക്സിഡൈസ് ആവും കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിൻ കളറിലെ അതിനെക്കാട്ടും പൊട്ടിക്കൊന്ന് കയറി നിൽക്കുന്ന ഷെയ്ഡ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ഓക്സിഡൈസൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിനനുസരിച്ചിട്ട് ആവുള്ളൂ. അല്ല നമ്മുടെ കറക്റ്റ് ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്സിഡൈസൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ. നമ്മൾ ഇത്രയും അപ്ലൈ ചെയ്തതൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് PACയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ല ഡ്യൂയി ലുക്ക് തരാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും വിചാരിക്കുന്നു. നല്ലൊരു ഡ്യൂയി ഫിനിഷ് നൽകുന്ന ഒരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഈ PACയുടെ. അടുത്തത് ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഈ കാണിച്ച പാലറ്റിലെ ബ്ലഷ് അല്ലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു ലിക്വിഡ് ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗ്ലാസ് സ്കിന്ന്, ഡ്യൂയി മേക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം ലിക്വിഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാലേ നമുക്ക് ഔട്ട്പുട്ട് അങ്ങനെ ഡ്യൂയി ആയിട്ടും ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ. സോ ഞാനൊരു ലിക്വിഡ് ബ്ലഷായിരുന്നു യൂസ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനിക്കിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല, ഞാനത് കാണിക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ച ബ്ലഷിൻ്റെ പാലറ്റ് ഫോറെവർ 52 ആണ് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഡബിൾ ചിന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ സ്റ്റെപ്പ്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇത് സെയിം ഫോറെവർ 52 തന്നെ ഒരു ഹൈലൈറ്റർ പാലറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം ഞാൻ ഒരു മേക്കപ്പ് പാലറ്റിലേക്ക് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ആക്കി കൊടുക്കും. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, അടിപൊളിയാണ്. നമ്മൾ ഹൈലൈറ്റർ പൗഡറി ആയിട്ടാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് അതെടുക്കുക, അതിലേക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല കിടുക്കാച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അടിപൊളിയാണ് സംഭവം, നല്ല വർക്കിംഗ് ആണ്. ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യാറ്. മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത സമയത്ത് ജസ്റ്റ് ഹൈലൈറ്റർ ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത് ഭയങ്കര ഗ്ലിറ്ററി ആയിട്ട് തെറിച്ച് നിൽക്കൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിടക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ചീക്ക് ബോണിൻ്റെ അവിടെ, നോസിൻ്റെ ആ ഒരു ടിപ്പിൽ അവിടേക്കാണ് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റർ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഫോർഹെഡിൻ്റെ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് തട്ടിയിട്ട് എവിടേക്കാണോ റിഫ്ലക്റ്റ് ചെയ്യുക അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഹൈലൈറ്റർ ആക്കി കൊടുക്കുക. എന്നാലേ ആ ഒരു തിളക്കം നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഞാൻ എല്ലായിടത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് ട്രൈ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിപൊളിയാണ്, നൈസ് സംഭവമാണ്. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ ലൈൻ ചെയ്തത് അങ്ങനെ അങ്ങ് കാണാതെ ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ഈ
വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സ്മഡ്ജാക്കി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. അത് എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്കായിട്ടില്ല. ഭയങ്കര ഡാർക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ ലിപ്പ്. ഞാനിപ്പോൾ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കെന്തോ ഇത് സ്യൂട്ടാവാത്ത പോലെ ഫീൽ ചെയ്തു. അതാണ് ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഈ ലിപ്സ്റ്റിക്ക് എൻ്റെ ഈ ഒരു ലുക്കിന് ചേരാത്തതായിരിക്കണം, പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ സിസ് ബ്യൂട്ടിയുടെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാനൊന്ന് എൻ്റെ ലിപ്പൊന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് സ്യൂട്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന്. സോ ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആ സെറ്റിംഗ് സ്പ്രേ ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈനലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആ ഒരു എഫക്റ്റ് ഇല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഗ്ലോയി ലുക്കില്ലേ, അതും എനിക്ക് ഭയങ്കര ലൈക്കാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ എന്താ വിചാരിച്ചു, കണ്ണ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. റെനയുടെ ആ ഒരു കാജലുണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തു കൂടെ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഗൈസ്. നല്ലൊരു ഭംഗിയില്ലേ കണ്ണും കൂടി എഴുതി കൊടുത്തപ്പം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ ഇങ്ങനെയാണ് സെൽഫായിട്ട് ഗ്ലോയി ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ മേക്കപ്പ് വീഡിയോസ് ആണോ അതോ മീഷോ ഫൈൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ആ ഒരു ടൈപ്പ് വീഡിയോസ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. എന്നാലേ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.